Hello students, Harvest Online ലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കാം. ഇറ്റ് ഈസ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. റിലേഷൻസ് ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിലേഷൻസും ഫങ്ഷൻസും നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ റിലേഷൻസ് കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കുകയാണ്. കാരണം ഇക്കൊല്ലം നമ്മൾ കാൽക്കുലസ് പഠിക്കുന്നുണ്ട്. കാൽക്കുലസിലെ ഫങ്ഷൻസ് ഒരു ബേസിക് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ റിലേഷൻസ് ഇവോൾവ് ചെയ്തിട്ടാണ് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാൽക്കുലസിൽ പഠിക്കുന്നത്. അപ്പം ഫസ്റ്റ് വിൽ ഡിസ്കസ് റിലേഷൻസ്, ദെൻ വിൽ ഡിസ്കസ് ഫങ്ഷൻസ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, പിന്നെ ടൈപ്സ് ഓഫ് ഫങ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കും. അതോടുകൂടി ആ ചാപ്റ്റർ തീരും. പിന്നെ ഫങ്ഷൻസിൻ്റെ എക്സ്റ്റൻഷൻസ് ആണ് കാൽക്കുലസ്. ഓക്കെ, വിൽ ഡിസ്കസ് നൗ റിലേഷൻസ്. കഴിഞ്ഞ കൊല്ലം പഠിച്ചത് തന്നെയാണ്, പക്ഷേ അത് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കുകയാണ്. റിലേഷൻസ്. വാട്ട് ഈസ് എ റിലേഷൻ? റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി. എന്ന് ബിയിലേക്ക് പോകുന്ന റിലേഷനെ വി കോൾ ഇറ്റ്, എന്ന് ബിയിലേക്കുള്ള പോകുന്ന റിലേഷൻ എപ്പോഴും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. അതായത് ഇപ്പം ഒരു കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ് നമ്മൾ. സപ്പോസ് എ ഇസ് എ സെറ്റ്, ബി ഇസ് അനദർ സെറ്റ് വിചാരിച്ചോളൂ. യു നോ വാട്ട് ഇസ് എ ക്രോസ് ബി. ഇപ്പം എയിൽ 3 ആൾക്കാരുണ്ട്. സേ A1, A2, A3. ആൻഡ് സപ്പോസ് ബി ഹാസ് 3 elements. സേ B1, B2, B3. യു നോ വാട്ട് ഇസ് എ ക്രോസ് ബി. A cross B contains how many elements? A cross B consists of those ordered pairs like AB, such that first element comes from capital A and second element comes from capital B. അപ്പോൾ A cross B എങ്ങനെ ഉണ്ടാവുക? ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം വിചാരിക്കണം. A1 B1, A1 B2, A1 B3. പിന്നെ you get like this A2 B1, A2 B2, A2 B3. And you have A2B1, A2B1, A2B2, A2B3. Then you have A3B1, A3B2, A3B3. ഇതെല്ലാവർക്കും അറിയാം. അതായത് ഇപ്പം എയിൽ 3 എലമെൻസും ബിയിൽ 3 എലമെൻസും ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിൽ 9 എലമെൻസ് ഉണ്ടാവും. ജനറലി എയിൽ M എലമെൻസും ബിയിൽ N എലമെൻസും ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിൽ MN എലമെൻസ് ഉണ്ടാവും. നൗ നിങ്ങൾക്കറിയാം എ ക്രോസ് ബി. ഇപ്പോൾ എയിൽ M എലമെൻസും ബിയിൽ N എലമെൻസും ഉണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട് നമ്മൾ. ബിയിൽ N എലമെൻസും ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിൽ ഹൗ മെനി എലമെൻസ് വിൽ ബി ദ M into N എലമെൻസ് വിൽ ബി ദ. അപ്പം എല്ലാ സബ്സെറ്റും എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സ് ഒക്കെ എന്താണ്? റിലേഷനാണ്. അപ്പം ഇതിന്ന് എയിൽ M എലമെൻസും ബിയിൽ N എലമെൻസും ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിൽ MN എലമെൻസ് ഉണ്ടാവും. ദ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ഇസ് എ റിലേഷൻ. അപ്പോൾ ഹൗ മെനി റിലേഷൻസ് വിൽ ബി ദർ ഫ്രം എ ടു ബി? നമ്പർ ഓഫ് സബ്സെറ്റ്സ് യു ക്യാൻ ടേക്ക് ഔട്ട് ഫ്രം എ ക്രോസ് ബി വിൽ ബി ദ റിലേഷൻ. അപ്പോൾ how many subsets you can take out from A cross B? 2 raised to mn. ഇത് കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. 2 raised to mn subsets you can take out. ഓക്കെ, അപ്പോൾ ഇവിടെ എ ക്രോസ് ബി, ഇപ്പോൾ എയിൽ എത്ര എലമെൻസും ബിയിൽ എത്ര എലമെൻസും ഉണ്ട്, എ ക്രോസ് ബി ഇതാണെന്ന് മനസ്സിലായി. സപ്പോസ് യു ആർ ഡിഫൈനിങ് റിലേഷൻ. എന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യണം വിചാരിച്ചോളൂ. സപ്പോസ് എയിൽ കുറച്ച് കുട്ടികളാണ്, ചിൽഡ്രൻ 3 കുട്ടികളാണ് വിചാരിച്ചോളൂ. ബിയിൽ കുറച്ച് ലേഡീസാണ്, 3 പെണ്ണുങ്ങളാണ്, ലേഡീസ്. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ദാറ്റ് A1ൻ്റെ അമ്മയാണ് B1 വിചാരിക്കാം. സപ്പോസ് B1 ഈസ് ദ മദർ ഓഫ് A1. A2ൻ്റെ മദറും B1 ആണെന്ന് വിചാരിക്കാം. A3യുടെ മദർ B2 ആണെന്ന് വിചാരിക്കാം. ഓഫ് കോഴ്സ് B3ക്ക് ഇവിടെ കുട്ടികളില്ല. B3ക്ക് വേറെ കുട്ടികളുണ്ടാവാം, പക്ഷേ B3ക്ക് ഈ സെറ്റിൽ കുട്ടികളില്ല വിചാരിച്ചോളൂ. അപ്പോൾ ദിസ് ഇസ് എ റിലേഷൻ. എന്താണ്? A relation is defined from A to B as, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള റിലേഷൻ എന്തായിരിക്കും? A1 is a child of B1, A2 is a child of B1. അതായത് B1ൻ്റെ കുട്ടികളാണ് A1ഉം A2. Then A3 is a child of B2. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ബന്ധം ഇതാണ്. is a child of. അപ്പോൾ is a child of എന്നുള്ള ലിറ്റററി ആയിട്ടുള്ള റിലേഷൻ നമുക്ക് R ആയിട്ട് എങ്ങനെ എഴുതാം? സബ്സെറ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? ഹൗ ടു റൈറ്റ്
it as a subset of A cross B. You know A cross B is a subset of a relation. So how to write that relation as a subset of A cross B? You take those pairs only. ആ പേഴ്സ് മാത്രം എടുക്കുക. അപ്പോൾ A1B1 അപ്പോൾ ഇങ്ങനെ ഇതുണ്ടാവും A1B1 പിന്നെ A2B1. Then will be having A3B2. അപ്പോൾ trivially this set is a subset of A cross B. A cross Bയുടെ സബ്സെറ്റ് ആണ് ഈ സെറ്റ്. അതുകൊണ്ട് ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എ റിലേഷൻ. അപ്പോൾ ആ റിലേഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ റിലേഷൻ നമുക്ക് എന്ത് വിളിക്കാം? ഈസ് എ ചൈൽഡ് ഓഫ്. ഈസ് എ ചൈൽഡ് ഓഫ് എന്നുള്ള ലിറ്റററി സെൻസിലുള്ള റിലേഷനെ നമ്മൾ മാത്തമാറ്റിക്കലി ഇങ്ങനെ പറയണം. This is what we call a relation. അപ്പോൾ what is a relation? You are searching those ordered pairs from A cross B satisfying that relationship. അപ്പോൾ ഓർക്ക് A1 B1 എന്ന് പറഞ്ഞാൽ A1 is having some sort of relationship with B1. A2 is having the same sort of relation with B1. A3 is also having the same sort of relation with B2. What is that sort of relation? Is a child of. മനസ്സിലുണ്ടോ? അപ്പോൾ ആ ഈസ് എ ചൈൽഡ് ഓഫിൻ്റെ ബന്ധപ്പെട്ടുള്ള സാധനം മാത്രം ആ ഓർഡർഡ് പെയർസ് ആക്കിയിട്ട് സെറ്റ് ആക്കി എഴുതാം. ദാറ്റ് ഇസ് വാട്ട് വി കോൾ റിലേഷൻ. നൗ ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എ കാർട്ടീഷ്യൻ സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് A cross B. Now what is the subset of that relation? What is the domain of this relation? What is domain of this relation? Domain of R. You know, domain of R is the set of all first entries. ആദ്യത്തെ എൻട്രീസ് മാത്രം സെറ്റ് ആക്കി എഴുതാം. യു ടേക്ക് ദ ഡൊമെയിൻ ഓഫ് എ റിലേഷൻ ഇസ് ആ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്ന സെറ്റിലുള്ള ഓർഡർ പെയർസിൻ്റെ സെറ്റിലുള്ള ഫസ്റ്റ് എൻട്രീസ് മാത്രം സെറ്റ് ആക്കി എഴുതാം. വാട്ട് ഇസ് ഡൊമെയിൻ? A1 A2 A3. ഇതിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയാം. Domain of a relation. Then what is the range of a relation? Range. In the range of a relation, range of relation is second entries. You take the second entries. It is B1, B2, B1 and B2. B1, B1, B2. But you know what your set cannot be written as set is a collection of well-defined distinct objects. അതുകൊണ്ട് you should not repeat B1. അപ്പോൾ B1, B2. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. എന്താണ്? വാട്ട് ഈസ് എ റിലേഷൻ? റിലേഷൻ ഇസ് എ സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് A cross B. Number one. How to represent the relation? If you are representing a relation, how to represent it in the roster form? We call this as roster form. Roster form. How to represent the same set in the set builder form? Set of all x such that x and y are related from A to B if x is a child of B. അതാണ് സെറ്റ് ബിൽഡർ ഫോം. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതാണ് റോസ്റ്റർ ഫോം. അപ്പോൾ ഹൗ ടു റെപ്രസെൻറ്റ് എ റിലേഷൻ? അപ്പോൾ യു ഹാവ് ടു റെപ്രസെൻറ്റ് എ റിലേഷൻ ആസ് എ സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് A cross B. Now പിന്നെന്താ പഠിച്ചത് നമ്മൾ? വാട്ട് ഇസ് ഡൊമെയിൻ ഓഫ് എ റിലേഷൻ? എന്താ ഡൊമെയിൻ ഓഫ് എ റിലേഷൻ? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എൻട്രീസ്. കണ്ടോ, ഇവിടുത്തെ ഫസ്റ്റ് എൻട്രീസ് മാത്രം എടുക്കുക, അത് സെറ്റാക്കി എഴുതുക. വി കോൾ ഇറ്റ് ഡൊമെയിൻ. പിന്നെ ഇതിൽ സെക്കൻഡ് എൻട്രീസ് മാത്രം എടുക്കുക, വി കോൾ ഇറ്റ് റേഞ്ച്. അപ്പോൾ ഇത് ഒന്നുകൂടി റീട്രേറ്റ് ചെയ്യണം. വാട്ട് ഇസ് എ റിലേഷൻ? സബ്സെറ്റ് ഓഫ് A cross B. പിന്നെ what is how to represent a relation? You write it as a subset of A cross B as ordered pairs. Relation will be always ordered pairs. ഈ ordered pairs A1 B1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? A1 B1 ആയിട്ട് ബന്ധമുണ്ടെന്നാണ്. B1 A1 ആയിട്ട് ബന്ധമുണ്ട് എന്നുള്ളതല്ല. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. B1 A1 ആയിട്ട് ബന്ധം ഉണ്ടാവാം, പക്ഷേ ഈ റിലേഷനെ കൊണ്ട് അത് ഉദ്ദേശിക്കില്ല. ഇറ്റ്സ് ക്ലിയർ? അപ്പോൾ A1 B1 ആയിട്ട് ബന്ധമുണ്ട്, A2 B1 ആയിട്ട് ബന്ധമുണ്ട്, A3 B3 ആയിട്ട് ബന്ധമുണ്ട്. റിലേഷൻ ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇടത്ത് ഭാഗത്തു നിന്ന് വലത്ത് ഭാഗത്തേക്കാണ് ബന്ധം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വൺ വേ ട്രാഫിക്കാണത്. ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഇടത്ത് ഭാഗത്ത് നിന്ന് വലത്ത് ഭാഗത്തേക്ക് മാത്രമുള്ള ബന്ധം മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അതിനെ ഓർഡേഡ് പെയർസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഇനി വാട്ട് ഇസ് ഡൊമെയിൻ? ഡൊമെയിൻ ഇസ് എ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എൻട്രീസ്. ആദ്യത്തെ എൻട്രീസ് മാത്രം സെറ്റാക്കി എഴുതാം. ദെൻ വാട്ട് ഇസ് ദ റേഞ്ച്? സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എൻട്രീസ്. ദിസ് ഇസ് ദ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, right. Now we'll discuss some examples of relation. We'll be discussing some examples of relation. You will be representing a relation in the, you will be getting given two sets. You will be representing it, you will be expressing a relation in the set builder form, and you will be writing that in the roster form. Then you will be writing the domain and the range of the relation.
ദിസ് യു ഹാവ് ലേൺഡ് ലാസ്റ്റ് ഇയർ. അത് നമ്മൾ ഒന്നുകൂടി നോക്കുകയാണ്. പിന്നെ നമുക്ക് ഫംഗ്ഷനിലേക്ക് ചാടാം, റിലേഷൻസിൻ്റെ ടൈപ്സിലേക്ക് ചാടാം. ഓക്കെ, റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, സപ്പോസ് I'll give an example. Suppose A is equal to, say, just ചെറിയൊരു എലിമെൻറ്റ് A equals 1, very ചെറിയൊരു സെറ്റ്. A equals 1, 2, 3. You take a set like this. A equals 1, 2, 3. And you are defining a relation R on A. R എന്നുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്യണം. എങ്ങനെയാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യണം? You are defining a relation R as set of all, always R will be, if you are defining a relation on A, it will be a relation from A to A. എപ്പോഴും ഫ്രം ടു ഉണ്ടാവും. ഫ്രം ടു ഇല്ലാതെ ഒരു റിലേഷൻ ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? ഫ്രം ടു ഇല്ലാതെ ഒരു റിലേഷൻ ഉണ്ടാവില്ല. എവിടുന്ന് എങ്ങോട്ടോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇഫ് യു ഡിഫൈൻ എ റിലേഷൻ ഓൺ എ, ഇറ്റ് വിൽ ബി ട്രിവിയലി ഫ്രം എ ടു എ. എന്ന് എയിലേക്കായിരിക്കും. അപ്പോൾ ആറിൽ യു ആർ ഡിഫൈനിങ് റിലേഷൻ ഓൺ ആർ ഓൺ എ മീൻസ് യു വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ ടേക്കിംഗ് ദ സബ്സെറ്റ് ഓഫ് എ ക്രോസ്. എ ക്രോസ് എയുടെ സബ്സെറ്റ് എടുക്കുന്നതിലായിരിക്കും നമ്മളെ ശ്രദ്ധ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ക്രോസ് എയുടെ സബ്സെറ്റ് എടുക്കുന്നതിലാണ് നമ്മളുടെ ശ്രദ്ധ. നൗ യു ആർ ഡിഫൈനിങ് റിലേഷൻ ആർ ലൈക്ക് ദിസ്. ആർ ഈക്വൽസ് സെറ്റ് ഓഫ് ഓൾ എക്സ് വൈസ് സച്ച് ദാറ്റ് എക്സും വൈയും എയിലത്തെ എലമെൻ്റ് ആണ്. ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ വൈ. ഞാൻ ഡിഫൈൻ ചെയ്തു എന്ന് വിചാരിക്കാം. ദ ക്വസ്റ്റ്യൻ ഈസ് ദസ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തോളൂ. This is question number 1. The question is this. Write R in the roster form. How? R എന്ത് ഫോമാണ്? R സെറ്റ് ബിൽഡർ ഫോമാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, what is the first question? Write R in the roster form. രണ്ടാമത്തെ ചോദ്യം, what is domain of R? മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് റേഞ്ച് ഓഫ് ആർ? നൗ ഹൗ ടു റൈറ്റ് ആർ? ദിസ് ആർ ഇസ് ഗിവൺ ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. ഹൗ ടു റൈറ്റ് ആർ ഇൻ ദ റോസ്റ്റർ ഫോം? ഒന്ന് ആറിൻ്റെ റോസ്റ്റർ ഫോം എന്ന് ആലോചിക്കൂ. നോക്കൂ, എ ക്രോസ് എയുടെ സബ്സെറ്റാണ് തരേണ്ടത്. എ ക്രോസിൽ എത്ര എലിമെൻറ്റ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എ കണ്ടെയ്ൻസ് 3 elements. എ ക്രോസ് എ വിൽ കണ്ടെയ്ൻസ് 9 elements. അപ്പോൾ യു ഹാവ് ടു സെർച്ച് ദോസ് ഓർഡേർഡ് പെയർസ് ഫ്രം എ ക്രോസ് എ സാറ്റിസ്ഫൈങ് ദിസ് റിലേഷൻഷിപ്പ്. അപ്പോൾ വാട്ട് വിൽ ബി ആർ? ഒന്ന് പറയൂ, വാട്ട് ഇസ് ആർ? നിങ്ങളൊന്ന് ആലോചിക്കൂ. ഇപ്പോൾ പാസ് ചെയ്തിട്ട് വേണമെങ്കിൽ ആലോചിച്ചിട്ട് എഴുതിക്കോളൂ, കുഴപ്പമില്ല. ആർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഫസ്റ്റ് എലിമെൻറ്റ് 1 വരില്ല, ലെസ് ദാൻ ആണ്. ഫസ്റ്റ് എലിമെൻറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദ സെക്കൻഡ് എലിമെൻറ്റ്. ഫസ്റ്റ് എലിമെൻറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദ സെക്കൻഡ് എലിമെൻറ്റ്. അങ്ങനത്തെ ബന്ധമുള്ള ആൾക്കാർ മാത്രമേ ആറിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനത്തെ ഓർഡേർഡ് പേഴ്സ് മാത്രമേ ആറിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ 1, 2 ഉണ്ടാവും. 1 ഇസ് ലെസ് ദാൻ 2. ഓക്കെ, പിന്നെ ചെറുതാവണം. ആദ്യത്തെ പറയുന്നത് രണ്ടാമത്തെക്കാളും ചെറുതാണ്. അപ്പോൾ 1, 1 ഉണ്ടാവില്ല, 1, 2 ഉണ്ടാവും. പിന്നെ 1, 3 ഉണ്ടാവും. പിന്നെ 2, 1 ഉണ്ടാവില്ല, കാരണം 2 ബിഗർ അല്ലേ. 2, 2 ഉണ്ടാവില്ല, 2, 3 ഉണ്ടാവും. പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. 3, 1 ഉണ്ടാവില്ല, 3, 2 ഉണ്ടാവില്ല, 3, 3 ഉണ്ടാവില്ല. ദർ എൻഡ്സ് ദ മാറ്റർ. കണ്ടോ, ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളെക്കാളും ചെറുതാണ്. അപ്പോൾ ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളെക്കാളും ചെറുതാവുന്ന ഓർഡേർഡ് പേഴ്സിൻ്റെ കളക്ഷനാണ് ഇത്. Is it clear? അപ്പോൾ യു ഹാവ് റിട്ടൺ ആർ ഇൻ ദ റോസ്റ്റർ ഫോം. ഇത് റോസ്റ്റർ ഫോമാണ്, ഇത് സെറ്റ് ബിൽഡർ ഫോമാണ്. അപ്പോൾ ദ ക്വസ്റ്റ്യൻ വിൽ ബി ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. ഫസ്റ്റ് യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു റോസ്റ്റർ ഫോം. അപ്പോൾ റോസ്റ്റർ ഫോം ആകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഡ്രോ ദ എറോ ഡയഗ്രാം. ഇങ്ങനെ കൂടി ചോദിക്കാം. ഡ്രോ ദ എറോ ഡയഗ്രാം. അപ്പം ഫസ്റ്റ് നമുക്ക് എറോ ഡയഗ്രാം എന്ന് ചിന്തിക്കാം. നമുക്ക് എറോ ഡയഗ്രാം എന്താണ്? എന്ന് എയിലേക്കാണ് ബന്ധം. അതായത് ബന്ധത്തിനെ ഒരു ഡയഗ്രാമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനാണ് എറോ ഡയഗ്രാം എന്ന് പറയാം. അപ്പോൾ എ ഈക്വൽസ് 1, 2, 3. ഇതും അതെ 1, 2, 3 ആണ്. അപ്പോൾ വാട്ട് വിൽ ബി ദ എറോ ഡയഗ്രാം? നോക്കൂ, 1, 2ലേക്കാണ് പോണത്. അപ്പം 1, 2ലേക്കാണ് പോണത് ഏറോ. ഈ ഏറോ ഉണ്ടാവണം കേട്ടോ, നിർബന്ധമാണ്. കാരണം എന്താ? ഫ്രം എ ടു എ, ഇടത്ത് ഭാഗത്ത് നിന്ന് വലത്ത് ഭാഗത്തേക്കാണ് ബന്ധം എന്ന് കാണിക്കാനാണ് ആ ഏറോ കാണിക്കുന്നത്. ഓക്കെ, 1, 2. പിന്നെ 1, 3 കണ്ടോ, 1, 3. പിന്നെ 1, 2, 1, 3. പിന്നെ 2, 3 കഴിഞ്ഞു. This is the arrow diagram. But we have done this question. Is it clear? Diagram വരച്ചു. We have done this. Now what is the domain? അപ്പോൾ ഇതും നമ്മൾ ചെയ്തു.
roster form എഴുതി. We have done that in the roster form, then we have drawn the diagram. What is the domain of our set of all first entries? Well, what is domain of our domain? നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഇപ്പം തന്നെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ പോസ് ചെയ്തിട്ട് എഴുതിക്കോളൂ, എന്നാലും വേണ്ടില്ല, അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. പോസ് ചെയ്തിട്ട് എഴുതുക, എന്നിട്ട് നോക്കിയാൽ മതി. ഡൊമെയിൻ ഓഫ് ആർ എന്താണ്? ഫസ്റ്റ് എൻട്രീസ്. ദറ്റ് ഇസ് 1 2. സെറ്റാക്കി എഴുതണം. സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എൻട്രീസ്, അതാണ് ഡൊമെയിൻ. Now what is the range? Range of R. You take the set of all second entries. Set of all second entries are 2 and 3. 2, 3. 2, 3 ഉണ്ടെങ്കിലും ഒരു 3 എഴുതാൻ പാടുള്ളൂ. ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് എ റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. ടിപ്പിക്കൽ എക്സാമ്പിൾ എന്തൊക്കെയാണ് ചോദിക്കുക? ഒരു റിലേഷൻ ഒരു സെറ്റ് തരും, അല്ലെങ്കിൽ 2 സെറ്റ് തരും, ഇതിനൊരു റിലേഷൻ ഡിഫൈൻഡ് ആവും. അപ്പോൾ മിക്കവാറും റിലേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക? സെറ്റ് ബിൽഡർ ഫോമിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. റോസ്റ്റർ ഫോമിലല്ല, സെറ്റ് ബിൽഡർ ഫോമിൽ. എന്നിട്ട് അതിന് ഈ 4 കാര്യങ്ങൾ നിങ്ങളോട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറയും. കാരണം അതിൻ്റെ എല്ലാ കാര്യങ്ങളുമാണത്. റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറയും, എയറോ ഡയഗ്രത്തിൽ എഴുതാൻ പറയും. വാട്ട് ഇസ് you must be able to write that in the roster form. You must be able to draw the arrow diagram. You must be able to find the domain of R and also range of R. Okay, right. Now we'll be discussing one more question. Same idea, one more question. What is the idea? How to find the relation, how to find the domain, how to find the range, how to write that in the roster form. Now suppose you have a set like this. A equals 1 2 3 4. ഇതാണ് സെറ്റ് വെച്ചോളൂ. ഡൊമെയിൻ റിലേഷൻ ഇസ് ഡിഫൈൻഡ് ലൈക്ക് ദിസ്. റിലേഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എ ബി ഈക്വൽസ് സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. നൗ ഹൗ ടു റൈറ്റ് ആർ ഇൻ ദ റോസ്റ്റർ ഫോം? ഒന്ന് പറയൂ, റോസ്റ്റർ ഫോമിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? 1 2 3 4 ആണ്. കുറേ ആൾക്കാരുണ്ടാവും. അപ്പം ഏതൊക്കെയാണ് ആൾക്കാരുണ്ടാവുക? 1 1 ഉണ്ടാവും, 1 2 ഉണ്ടാവും, 1 3 ഉണ്ടാവും. 1 1 1 3 ഉണ്ടാവില്ല, സോറി. 1 1 ഉണ്ടാവും, 1 2 ഉണ്ടാവും, 1 3 ഉണ്ടാവില്ല, 1 4 ഉണ്ടാവില്ല. കാരണം ദ ഡിഫറൻസ് ഷുഡ് നോട്ട് എക്സീഡ് 1. പിന്നെ 2 2 ഉണ്ടാവും, 2 2 ഉണ്ടാവും, 2 1 ഉണ്ടാവും, 2 2 ഉണ്ടാവും, 2 1 ഉണ്ടാവും, 2 3 ഉണ്ടാവും. ഡിഫറൻസ് 1ൽ കൂടാൻ പാടില്ല. 2 3 ഉണ്ടാവും. പിന്നെ വാട്ട് അബൌട്ട് 3 3? 3 3 ഉണ്ടാവും, 3 3 ഉണ്ടാവും, 3 2 ഉണ്ടാവും. 3 1 ഉണ്ടാവുമോ? ഇല്ല, 3 1 ഉണ്ടാവില്ല, കാരണം ഡിഫറൻസ് 2 ആണ്. പിന്നെ 3 4 ഉണ്ടാവും, 3 4 ഉണ്ടാവും. പിന്നെ 3 കഴിഞ്ഞു, ഇനി 4 ഉണ്ടാവും. ഞാനത് 4 ഉണ്ടാവും, 4 4 ഉണ്ടാവും, 4 4 ഉണ്ടാവും, 4 3 ഉണ്ടാവും, 4 3 ഉണ്ടാവും. പിന്നെ ആരെങ്കിലും ഉണ്ടാവുമോ? 4 4 ഉണ്ടാവും, 4 3 ഉണ്ടാവും, 4 2 ഉണ്ടാവില്ല, 4 1 ഉണ്ടാവില്ല. ഇസ് ദിസ് ഓക്കെ? ഇതിലെല്ലാവരുടെയും ഡിഫറൻസ് 1 അല്ലേ ഉള്ളൂ. കണ്ടോ? 1 അതിൽ കൂടുതൽ കുറവല്ലോ. അപ്പോൾ 1 അതിൽ കുറവോ ആയിട്ടുള്ള ഡിഫറൻസ് ഉള്ള ഓർഡേർഡ് പെയർസിൻ്റെ സെറ്റ്, അതാണ് R. വി ഹാവ് റിട്ടൺ R ഇൻ ദ roster. Now what is the domain of R? Domain of R. You take the first entries. What are the first entries? 1 2 3 4. 1 2 3 4. What is range of R? You take the second entries. What are the second entries? 1 2 3 4 itself. 1 2 3 4. Right. But you have done 2 questions on that topic. This is first year topic one. എന്താണ്? How to represent their relation, how to represent their relation in the roster form, how to represent a relation, how to take the domain of that relation, how to take the range of the relation. What is domain? Domain is set of all first entries, and range is set of all second entries. Okay. Now we'll go to the second year topic.
ദിസ് ഇസ് ഇനഫ് ഫോർ ദ ഫസ്റ്റ് ടോപ്പിക്. ഫസ്റ്റ് ഇയർ ടോപ്പിക്കിൽ കുറച്ച് NCERT ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഇയറിൽ. യു ഹാവ് ഡൺ ദാറ്റ്. ഫസ്റ്റ് ഇയറിലെ ആ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിലെ ബുക്ക് എടുക്കുക, അതിൽ റിലേഷൻസ് ചാപ്റ്ററിൽ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങളൊന്ന് നോക്കുക, ജസ്റ്റ് ടു ടേക്ക് ഓഫ് കേട്ടോ. അപ്പോൾ നൗ വി ആർ സ്റ്റാർട്ടിങ് ദ സെക്കൻഡ് ഇയർ പോർഷൻ. റൈറ്റ് നൗ സെക്കൻഡ് ഇയർ പോർഷനിൽ യു ആർ സ്റ്റാർട്ടിങ് ഫ്രം റിലേഷൻസ് ഓൺവേർഡ്സ്. റിലേഷൻസ് പഠിച്ചു കഴിഞ്ഞു. വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ടൈപ്സ് ഓഫ് റിലേഷൻസ്. വാട്ട് ആർ ടൈപ്സ് ഓഫ് റിലേഷൻസ്? Types of relation. Types of relation. Types of relation എന്ന് പറയുമ്പോൾ ഇൻഫാക്റ്റ് 5 തരമായിട്ടുണ്ട്. നമുക്ക് തൽക്കാലം പതുക്കെ പഠിക്കാം. ഒന്നാമത്തെ ടൈപ്പ് എന്താ വെച്ചാൽ വി കോൾ ഇറ്റ് റിഫ്ലെക്സീവ് റിലേഷൻ. Reflexive relation. What do you mean by reflexive relation? Reflexive. അതിൻ്റെ അർത്ഥം തന്നെ reflex. Yeah, this is reflex. Reflexive relation. Reflexive relationൻ്റെ എക്സാമ്പിൾ പറയാം. ആദ്യം ഡെഫിനിഷൻ പറയാം. ഒരു എ എന്നുള്ളൊരു സെറ്റ് ഉണ്ട്. യു ആർ ഡിഫൈനിങ് എ റിലേഷൻ ഓൺ എ, സേ ആർ. എ എന്നുള്ള സെറ്റിൽ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ് ആർ. ഈ ആർ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ വി സേ ദ റിലേഷൻ ആർ ഈസ് റിഫ്ലെക്സീവ് ഓൺ എ ഇഫ് എ ഈസ് റിലേറ്റഡ് ടു എ ഫോർ എവറി എ ബിലോങ്സ് ടു എ. ഇതാണ് ഡെഫിനിഷൻ. എയിലുള്ള ഏതെങ്കിലും ഒരു എലിമെൻ്റ് എ എടുത്താൽ എല്ലാവരും എയിലുള്ള ഫോർ എവറി എയിലുള്ള എല്ലാവർക്കും അവരവരോട് തന്നെ ബന്ധമുണ്ടെങ്കിൽ വി കോൾ ദാറ്റ് ബന്ധം ആസ് റിഫ്ലെക്സീവ് റിലേഷൻ. ഒരു സെറ്റിലുള്ള എല്ലാവർക്കും അവരവരോട് തന്നെ ഡിഫൈൻ ചെയ്ത ബന്ധം ഉണ്ടെങ്കിൽ വി സേ ദ റിലേഷൻ ഇസ് റിഫ്ലെക്സീവ്. ഒരു എക്സാമ്പിൾ പറയാം. ഇത് എക്സാമ്പിളിലാണ് മനസ്സിലാക്കേണ്ടത്. റിഫ്ലെക്സീവിൻ്റെ ഡെഫിനിഷൻ എഴുതുക. വി ആർ ഗോയിങ് ടു സെർച്ച് ഫോർ എക്സാമ്പിൾസ്. ചെറിയൊരു എക്സാമ്പിൾ. ഇപ്പം ഇങ്ങനൊരു എക്സാമ്പിൾ വെച്ചോളൂ. ഇപ്പം ഒരു ക്ലാസ്സിൽ ഇതൊരു എക്സാമ്പിൾ. സപ്പോസ് എ ഈക്വൽസ് സെറ്റ് ഓഫ് ഓൾ സ്ട്രേറ്റ് ലൈൻസ്. കുറച്ച് സ്ട്രേറ്റ് ലൈൻസ് ഉണ്ട്. ഒരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെയുണ്ട്, വേറൊരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെയുണ്ട്, വേറൊരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെയുണ്ട്. ഈ ലൈൻ്റെ പേര് L1 ആണ്, ഈ ലൈൻ്റെ പേര് L2 ആണ്, ഈ ലൈൻ്റെ പേര് L3 ആണ്. വാട്ട് ഈസ് എ? 3 സ്ട്രേറ്റ് ലൈൻസ്. ഒരു സ്ട്രേറ്റ് ലൈൻ്റെ പേര് L1, വേറൊരു സ്ട്രേറ്റ് ലൈൻ്റെ പേര് L2, L3 is another straight line. A contains just 3 elements. You know what is a set? Set is a collection of well-defined distinct objects. ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ് എന്താണ്? ലൈനാണ്. L1 ഒരു ലൈനാണ്, L2 ഒരു ലൈനാണ്, L3 വേറൊരു ലൈനാണ്. ഈ L1-ഉം L2-നും L3-ക്കും വെറുതെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇതാണ് പ്രത്യേകത. L1-ഉം L2-ഉം പാരലാണെന്ന് വിചാരിച്ചോളൂ. പിന്നെ ഈ L3 പറയുന്ന ലൈൻ L2-നോട് പെർപെൻഡിക്കുലറാണ്, L3 എന്നുള്ള ലൈൻ L1-നോടും പെർപെൻഡിക്കുലറാണ് വിചാരിച്ചോളൂ. അപ്പം ആസ് സച്ച് നിങ്ങൾക്ക് ഈ സെറ്റ് കാണുമ്പം കുറച്ച് ബന്ധങ്ങൾ നമുക്ക് സീമിംഗ്ലി മനസ്സിലാവും, കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്തൊക്കെയാണ് ബന്ധങ്ങൾ? L1-ഉം L2-ഉം പാരലലാണ്, L3 L2-നോടും പെർപെൻഡിക്കുലറാണ്, L3 L1-നോടും പെർപെൻഡിക്കുലറാണ്. ഓക്കെ, ആ എ എന്നുള്ള സെറ്റിൽ നമ്മൾ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യും. Suppose you are defining a relation on A. A എന്നുള്ള സെറ്റിൽ you are defining a relation. ആ റിലേഷൻ ഇതാണ് വിചാരിക്കുക. Is parallel to.
ഈസ് പാരലൽ ടു ആണ് റിലേഷൻ എന്ന് വിചാരിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ഈസ് പാരലൽ ടു ആണ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൗ ടു റെപ്രസെൻറ്റ് ദാറ്റ് ഇൻ ദ റോസ്റ്റർ സെറ്റ് ബിൽഡർ ഫോം? ഹൗ ടു റെപ്രസെൻറ്റ് ദാറ്റ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം? ആർ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഒന്ന് പറയൂ, നിങ്ങൾ ഒന്ന് ആലോചിക്കൂ. ആർ ഈസ് പാരലൽ ടു ആണ് റിലേഷൻ. അപ്പം യു വിൽ ബി റൈറ്റിംഗ് ലൈക്ക് ദിസ്: എക്സ് കോമ വൈ such that x comma y such that x and y should belongs to that set A. അപ്പോൾ നിങ്ങൾക്കറിയാം, എ എന്നുള്ള സെറ്റിൽ ബിലോങ് ചെയ്യുന്ന എക്സും വൈയും ആണെങ്കിൽ എക്സും ഒരു ലൈനായിരിക്കും, വൈയും ഒരു ലൈനായിരിക്കും, അല്ലേ? എക്സ് വിൽ ബി എൻ എലമെൻറ്റ് ഓഫ് എ മീൻസ് എക്സ് വിൽ ബി എ ലൈൻ, എനി ഓഫ് ദിസ് ലൈൻസ് L1 or L2 or L3. Similarly y such that x is parallel to y. X is parallel to y. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ വാചകത്തിൽ എഴുതാം എക്സ് ഇസ് പാരലൽ ടു വൈ. നൗ ഹൗ ടു റൈറ്റ് ആർ ഇൻ ദ റോസ്റ്റർ ഫോം? വാട്ട് ഇസ് ദ റോസ്റ്റർ ഫോം ഓഫ് ദാറ്റ് ലൈൻ? എൻ്റെ റോസ്റ്റർ ഫോം എന്ന് പറയും എന്താണ്? രണ്ട് ആൾക്കാർ തമ്മിൽ, രണ്ട് ആൾക്കാർ പറഞ്ഞാൽ രണ്ട് വരകൾ തമ്മിൽ, രണ്ട് വരകൾ തമ്മിൽ ബന്ധമുണ്ടാവണമെങ്കിൽ അവർ പാരലൽ ആവണം. അപ്പം ആരൊക്കെ ഉണ്ടാവും ഇതിൽ? ഇപ്പം X1 എന്ന് പറഞ്ഞാൽ L1 ആവാം, L2 ആവാം, L3 ആവാം. അതേപോലെ വൈ പറഞ്ഞാൽ എന്താ? വൈ ഇസ് എൻ എലമെൻറ്റ് ബിലോങ് ടു എ പറഞ്ഞാൽ വൈയും അതെ L1 ആവാം, L2 ആവാം, L3 ആവാം. അപ്പോൾ ആർ എന്നുള്ള സെറ്റിൽ ഈ ബന്ധം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഓർഡേർഡ് പേഴ്സ് എ ക്രോസ് എന്ന് തിരയാണ്. അപ്പോൾ ആർ എന്നുള്ള സെറ്റിൽ എത്ര ആൾക്കാരുണ്ടാവും നോക്കാം. ഏതൊക്കെയായിരിക്കും ആൾക്കാർ? L1ഉം L2ഉം പാരലാണ്. അപ്പോൾ ഓഫ് കോഴ്സ് L1 L2 ഉണ്ടാവും, അല്ലേ? L1ഉം L2ഉം പാരലാണ്. ബന്ധം ഇതാണ്, ഇയാൾക്ക് ഇയാളായിട്ട് ബന്ധമുണ്ട്. ഏതാ ബന്ധം? ഈസ് പാരലൽ ടു. അപ്പോൾ L1 L2 ഉണ്ടാവും. പിന്നെ L1 L2 ആയിട്ട് പാരലാണ്. ക്യാൻ യു സേ L2 ഇസ് പാരലൽ ടു L1? യെസ്. അപ്പോൾ വാട്ട് ക്യാൻ സേ? L2 L1 ഉണ്ടാവും, L2 L1 ഉണ്ടാവും, അല്ലേ? പിന്നെയോ ഇസ് ദാറ്റ് ഫിനിഷ്ഡ്? ബന്ധങ്ങൾ കഴിഞ്ഞോ? L1 L2 ആയിട്ട് ബന്ധമുണ്ട്, L2ന് L1 ആയിട്ട് ബന്ധമുണ്ട്, ബിക്കോസ് ദേ ആർ പാരലൽ. പിന്നെ L1 L3 ആയിട്ട് ബന്ധമില്ല, കാരണം L1ഉം L3യും പാരലല്ല. L2ഉം L3 ആയിട്ട് ബന്ധമില്ല, അതുകൊണ്ട് L2 L3യും പാരലല്ല. അപ്പം ഈസ് ദിസ് ആർ ഡൺ? കഴിഞ്ഞോ? ആറിൻ്റെ സെറ്റ് കഴിഞ്ഞോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ശ്രദ്ധിക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. L1 ആയിട്ട് പാരലാണ്. L1 is parallel to L1. അപ്പോൾ അതുകൊണ്ട് L1 ഉണ്ടാവും. ഒരു ലൈൻ അതേ ലൈനിനോട് പാരലാണ്. എ ലൈൻ ഇസ് പാരലൽ ടു ഇറ്റ് സെൽഫ്. Can you understand? A line is parallel to itself. അപ്പോൾ L1 ആയിട്ട് ബന്ധമുണ്ടാവും. അതേപോലെ L2 ആയിട്ട് ബന്ധമുണ്ടാവും. അതുപോലെ L3 ആയിട്ട് ബന്ധമുണ്ടാവും. അതായത് ഈ സെറ്റിൽ, ഈ റിലേഷനിൽ നോക്കൂ, 3 ആൾക്കാരേ ഉള്ളൂ. ഈ സെറ്റിൽ എ എന്നുള്ള സെറ്റിൽ 3 ആൾക്കാരേ ഉള്ളൂ, L1ഉം L2ഉം L3 മാത്രം. അപ്പോൾ ഈ റിലേഷൻ പ്രകാരം L1 ഉണ്ട്, കണ്ടോ? L1 ഉണ്ട് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ ലൈനായിട്ട് തന്നെ ബന്ധമുണ്ട്. L2 ഉണ്ട്, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ലൈനായിട്ട് ബന്ധമുണ്ട്. നൗ L3 ഉണ്ട്, അപ്പോൾ വാട്ട് യു ക്യാൻ സേ? ഈ ലൈനായിട്ട് ബന്ധമുണ്ട്. അതായത് ഈസ് പാരലൽ ടു എന്നുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്താൽ, ഇതാണ് ആർ എങ്കിൽ ഈസ് പാരലൽ ടു എന്നുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്താൽ ഈ സെറ്റിലുള്ള എല്ലാവർക്കും അവരവരോട് തന്നെ ബന്ധമുണ്ട്. L1 is related to L1, L2 is related to L2, L3 is related to L3. Every element, കണ്ടോ? Every element is related to itself. എല്ലാവർക്കും അവരവരോട് തന്നെ ബന്ധമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈസ് പാരലൽ ടു ഈസ് എ റിഫ്ലെക്സീവ് റിലേഷൻ. അപ്പോൾ വാട്ട് ഇസ് എ എക്സാമ്പിൾ ഓഫ് എ റിഫ്ലെക്സീവ് റിലേഷൻ? ഇൻ ദ സെറ്റ് ഓഫ് ഓൾ സ്ട്രേറ്റ് ലൈൻസ്, ഇവിടെ 3 സ്ട്രേറ്റ് ലൈൻസ് ഉള്ളൂ. എത്ര സ്ട്രേറ്റ് ലൈൻസ് ഉണ്ടെങ്കിലും ഈസ് പാരലൽ ടു എന്ത് റിലേഷൻ ആണ്? റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. ഇസ് ഇറ്റ് ഓക്കെ? ദിസ് ഇസ് എക്സാമ്പിൾ നമ്പർ 1. നൗ വിൽ കൺസിഡർ one more example. റിഫ്ലെക്സീവ് റിലേഷൻ്റെ one more example.
എക്സാമ്പിൾ നമ്പർ 2. ചെറിയൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് എ ഈക്വൽസ്, ചെറിയൊരു എക്സാമ്പിൾ, എ ഈക്വൽസ് 1, 2, 3. 3 എലമെൻറ്റ്സ് മാത്രമുള്ള ഒരു സെറ്റ്. എ ഈക്വൽസ് 1, 2, 3. വെറുതെ എ ഈക്വൽസ് 1, 2, 3. യു ആർ ഡിഫൈനിങ് എ റിലേഷൻ. റിലേഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം. സെറ്റ് ഓഫ് ഓൾ ആർ സെറ്റ്സ് ദാറ്റ്, സെറ്റ് ഓഫ് ഓൾ ആർ സെറ്റ്സ് ദാറ്റ്, set of all അല്ല set of all അല്ല, R equals set of all xy such that R equals set of all xy, R equals set of all xy such that we are defining a relation like this. R equals set of, you are writing that in the set builder form, xy such that x is less than or equal to y, x belongs to xy belongs to a. ഇങ്ങനെ റിലേഷൻ ഡിഫൈൻ ചെയ്തു. നോക്കുക, എ എന്നുള്ള സെറ്റിലാണ് റിലേഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, നൗ ക്യാൻ യു റൈറ്റ് ആർ ഇൻ ദ റോസ്റ്റർ ഫോം? ഒന്ന് ആർ റോസ്റ്റർ ഫോമിൽ എഴുതൂ. വാട്ട് വിൽ ബി ആർ? ആദ്യത്തെ എലമെൻറ്റ് രണ്ടാമത്തെ എലമെൻറ്റിനേക്കാൾ കുറവോ ഈക്വലോ ആവണം. അപ്പോൾ 1 ഉണ്ടാവും. ഈക്വൽ അല്ലേ 1 1? ശരിയാണ്. പിന്നെ 1 2 ഉണ്ടാവും. 1 2നേക്കാൾ ചെറുതല്ലേ? 1 3 ഉണ്ടാവും അല്ലേ? 1 3 ഉണ്ടാവും. 1 3 ഉണ്ടാവും. പിന്നെ 2 1 ഉണ്ടാവുമോ? ഉണ്ടാവില്ല. 2 1, ആദ്യത്തെ ആൾ വലുതാണ്, ആദ്യത്തെ ആൾ വലുതാവാൻ പാടില്ല. എക്സ് ഇസ് ലെസ് ദാൻ വൈ, ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളെക്കാൾ ചെറുതാവണം. അപ്പോൾ 2 1 ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ക്യാൻ യു ഹാവ് 2 2? യെസ്, ഈക്വൽ ആവാം. 2 3 ആവാൻ പറ്റുമോ? 2 3 2 ഇസ് ലെസ് ദാൻ 3, അപ്പോൾ 2 3 ആവാം. 2 3 ആവും. പിന്നെ വാട്ട് അബൌട്ട് 3 1? പറ്റില്ല. 3 2 പറ്റില്ല അല്ലേ? 3 2, 3 ഇസ് ബിഗർ ദാൻ 2. 3 2 പറ്റില്ല. അപ്പോൾ 3 1 പറ്റില്ല, 3 2 പറ്റില്ല. 3 3 പറ്റുമോ? യെസ്, 3 3 പറ്റും. അപ്പം അവിടെ എഴുതാൻ പറ്റില്ല. 2 3 3 3. Is this okay? That is a relation. Well, that is R in the roster form. മനസ്സിലായില്ലേ? അപ്പം ഈ ആറ് റോസ്റ്റർ ഫോമിൽ എഴുതി, ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. ഈ ആറ് റോസ്റ്റർ ഫോമിൽ എഴുതി. ചോദ്യം, ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്നാണ് ചോദ്യം. അതായത് യു ആർ ഡിഫൈനിങ് റിലേഷൻ ആർ ഓൺ എ ലൈക്ക് ദിസ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതാണ് റിലേഷൻ ഇൻ ദ സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഈസ് ദാറ്റ് റിലേഷൻ റിഫ്ലെക്സീവ് ആണ് ക്വസ്റ്റ്യൻ. എന്താ നോക്കേണ്ടത്? എല്ലാവർക്കും അവരവരോട് തന്നെ ബന്ധമുണ്ടോ എന്ന് നോക്കാം. എന്ന് വെച്ചാൽ എന്താ, ഈ സെറ്റിലാകെ എത്ര ആൾക്കാരുള്ളത്? 1 2 3 ആൾക്കാരേ ഉള്ളൂ. 1 2 3. അപ്പം റിലേഷൻ ഉണ്ടാവണമെങ്കിൽ, റിഫ്ലെക്സീവ് റിലേഷൻ ഉണ്ടാവണമെങ്കിൽ എന്താവണം? 1 1ലേക്ക് ബന്ധം ഉണ്ടാവണം, 2 2നോട് ബന്ധം ഉണ്ടാവണം, 3ക്ക് 3 ആയിട്ട് ബന്ധം ഉണ്ടാവണം. നോക്കുക, 1ന് 1 ആയിട്ട് ബന്ധമുണ്ടോ? 1ന് 1 ആയിട്ട് ബന്ധമുണ്ടോ? ഇങ്ങനെ നോക്കുക. 1 1 ഉണ്ടോ നോക്കണം. നോക്കൂ, 1ന് 1 ആയിട്ട് ബന്ധമുണ്ട്. ഇത് ഓക്കെയാണ്, ഇറ്റ്സ് ഓക്കെ. 1 1 ബന്ധമുണ്ട്. പിന്നെ 2 2 ഉണ്ട്, ഉണ്ടോ? 2 2 ഉണ്ട്. 3 3 ഉണ്ട്. അതായത് എല്ലാവർക്കും 1ന് 1 ആയിട്ട് ബന്ധമുണ്ട്, 2ന് 2 ആയിട്ട് ബന്ധമുണ്ട്, 3ക്ക് 3 ആയിട്ട് ബന്ധമുണ്ട്. What you can say? This relation is reflexive. Well, we have discussed 2 examples of reflexive relation. Okay, examples are is parallel to in the set of all straight lines in a plane. പിന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു in the set of all numbers. It is a reflexive relation. Okay. ഇനി നമുക്ക് കൗണ്ടർ എക്സാമ്പിൾ നോക്കാം. എന്തായിരുന്നു റിഫ്ലെക്സീവ് റിലേഷൻ? ഓർമ്മയുണ്ടല്ലോ. എന്താ റിഫ്ലെക്സീവ് റിലേഷൻ? എ ഒരു സെറ്റാണെങ്കിൽ, ഒന്നുകൂടി ഞാൻ റീകോൾ ചെയ്യണം. എ ഒരു സെറ്റാണ്, റിലേഷൻ ഡിഫൈൻ ചെയ്ത് റിഫ്ലെക്സീവ് ആണെങ്കിൽ എല്ലാവർക്കും, എയിലുള്ള എല്ലാവർക്കും അവരവരോട് തന്നെ ബന്ധം ഉണ്ടാവണം. എ ആർ എ ഫോർ എവറി എ ബിലോങ്സ് ടു എ. ഇതാണ് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, ഈ ഒരു ഡെഫിനിഷൻ. എ ആർ എ ഫോർ എവറി എ. ഇത് ഫോർ എവറിയുടെ നൊട്ടേഷനാണ് കേട്ടോ. ഫോർ എവറി ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് യു ടേക്ക് ദിസ് ഫോർ ഗ്രാൻഡഡ്. ഫോർ എവറി ഡെഫിനിഷൻ ഒന്നുകൂടി പറയാം. വി സേ റിലേഷൻ ആർ ഇസ് റിഫ്ലെക്സീവ് ഓൺ ദ സെറ്റ് എ ഇഫ് എ ആർ എ മീൻസ് എവറി എലിമെൻറ്റ് ഇൻ എ ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ we have discussed 2 examples. What are the examples? Is parallel to in the set of all straight lines. കാരണം എന്താ,
എ ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ് സെൽഫ്. പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ ദ സെറ്റ് ഓഫ് നമ്പേഴ്സ്. എന്താ കാരണം? എ നമ്പർ ഇസ് ഈക്വൽ ടു ഇറ്റ് സെൽഫ്. കുഴപ്പമില്ല, 2 ഈക്വൽ അല്ലേ, അതുകൊണ്ട് ഇറ്റ്സ് റിഫ്ലെക്സീവ്. ഓക്കെ, അപ്പം അതിൻ്റെ കൗണ്ടർ എക്സാമ്പിൾ നോക്കാം. കൗണ്ടർ എക്സാമ്പിൾ, സപ്പോസ് അതേ സെറ്റ് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ് L1, L2, L3. ഞാൻ അതേ എക്സാമ്പിൾ പറയണമെന്ന് വെച്ചാൽ അതിൽ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ്. എ എന്നുള്ള സെറ്റിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. 3 എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 3 എലമെൻറ്റ്സ്, 3 സ്ട്രേറ്റ് ലൈൻസ്. ഒരു ലൈൻ്റെ പേര് L1, മറ്റേ ലൈൻ്റെ പേര് L2, മറ്റേ ലൈൻ്റെ പേര് L3. യു ഹാവ് L3. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നില്ല ഏതൊക്കെയാണ് ഈ ബന്ധങ്ങളുള്ള കാണുമ്പോഴുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്? ഈസ് പാരലൽ ടു ഒരു ബന്ധമാണ്, ഈസ് പെർപെൻഡിക്കുലർ ടു ഒരു ബന്ധമാണ്. ഈ L3 പറയുന്നത് L1നോടും L2നോടും പെർപെൻഡിക്കുലർ ആണെന്ന് ചോദിച്ചോളൂ. കറക്റ്റായിട്ട് വരയ്ക്കാം. ദിസ് ഇസ് L3. ഇതാണ് ബന്ധം ചോദിച്ചോളൂ. L1ഉം L2ഉം പാരലാണ്. L3 L1നോട് പെർപെൻഡിക്കുലർ ആണ്, L3 L2നോടും പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ സപ്പോസ് പ്രീവിയസ്ലി ഇറ്റ് വാസ് ഈസ് പാരലൽ ടു. ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈസ് പെർപെൻഡിക്കുലർ ടു ആണെന്ന് ചോദിച്ചോളൂ. ഇതാണ് റിലേഷൻ. ഒരാൾക്ക് മറ്റേ ആളായിട്ട് ഈ സെറ്റിലുള്ള ഒരാൾക്ക് പറഞ്ഞാൽ ഒരു വരയ്ക്ക്. അപ്പോൾ ഈ സെറ്റിലുള്ള ഒരാൾക്ക് ആ സെറ്റിലുള്ള ഒരാളായിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ, ആ സെറ്റിലുള്ള ഒരാൾ പറഞ്ഞാൽ അയാൾ തന്നെ ആവാം, കുഴപ്പമില്ല, വേറെ ആളാവണമെന്നില്ല. ആ ഒരു ഈ സെറ്റിലുള്ള ഒരാൾക്ക് അതേ സെറ്റിലുള്ള ഒരാളായിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ അവർ പെർപെൻഡിക്കുലർ ആവണം. അതാണ് ബന്ധം. അപ്പോൾ ആ റിലേഷൻ ഇങ്ങനെ റോസ്റ്റർ ഫോമിൽ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. R is equal to set of all xy such that x and y are belonging to A and x is perpendicular to y. എന്തുകൊണ്ടാണ് x is perpendicular to y എന്ന് പറയുന്നത്? x ഒരു ലൈനാണ്, y ഒരു ലൈനാണ്. അപ്പം പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാത്രമേ അവർ തമ്മിൽ ബന്ധമുള്ളൂ. കഴിഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? പാരലൽ ആണെങ്കിൽ മാത്രമേ ബന്ധമുള്ളൂ. ഇപ്പോഴത്തെ എക്സാമ്പിൾ എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ട് ആണെങ്കിൽ മാത്രമേ ബന്ധമുള്ളൂ. അങ്ങനെയാണെങ്കിൽ കെൻ യു റൈറ്റ് R ഇൻ ദ റോസ്റ്റർ ഫോം? ഇപ്പം ഇവിടെ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ R റോസ്റ്റർ ഫോമിൽ എഴുതി നോക്കുക, എന്നിട്ട് കാണുക. കെൻ യു റൈറ്റ് R ഇൻ ദ റോസ്റ്റർ ഫോം? R is equal to റോസ്റ്റർ ഫോമിൽ എഴുതാണ്. ഹൗ ടു റൈറ്റ് R ഇൻ ദ റോസ്റ്റർ ഫോം? ഒന്ന് പറയൂ. ബന്ധമുള്ളവരെ മാത്രമേ എഴുതാൻ പാടുള്ളൂ. എന്തൊക്കെയാണ് ബന്ധമുള്ളത് നോക്കൂ. L1 ബന്ധമില്ല. കാരണം എന്താ? എ ലൈൻ ഇസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ഇറ്റ് സെൽഫ്. പാരലാകുമ്പോൾ എന്താ? L1 ആയിട്ട് ബന്ധമുണ്ട്. പെർപെൻഡിക്കുലർ ആകുമ്പോൾ L1 ആയിട്ട് ബന്ധമില്ല. അപ്പോൾ L1 ആയിട്ട് ബന്ധമില്ല. L2 ആയിട്ട് ബന്ധമില്ല. L3 ആയിട്ട് ബന്ധമില്ല. L1ഉം L2ഉം തമ്മിൽ ബന്ധമില്ല. L2ഉം L1ഉം തമ്മിൽ ബന്ധമില്ല. കാരണം ബന്ധം ഈസ് പാരലൽ ടു ആണ്. നമ്മളെ ബന്ധം എന്താ? ഈസ് പെർപെൻഡിക്കുലർ ടു ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ബന്ധങ്ങളുണ്ടാവും നോക്കുക. എന്തൊക്കെ ബന്ധങ്ങളുണ്ടാവും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. എന്താണ്? L1 L3 ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ L1 L3 ഉണ്ടാവും. L1 L3 ഉണ്ടാവും. ഇസ് ഇറ്റ് ഓക്കെ? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L3. L1 L3 ആയിട്ട് ബന്ധമുണ്ടാവും. ഇനി L2 L3 ആയിട്ട് ബന്ധമുണ്ടാവും. L2 L3 ആയിട്ട് ബന്ധമുണ്ടാവും. ഈ ബന്ധം കഴിഞ്ഞോ നോക്കൂ. കഴിഞ്ഞോ? L1 L3 ആയിട്ട് ബന്ധമുണ്ടാവും. L2 L3 ആയിട്ട് ബന്ധമുണ്ടാവും. ഇസ് ഇറ്റ് ഓക്കെ? കഴിഞ്ഞോ? നോക്കൂ, L1 L2 ആയിട്ട് ബന്ധമുണ്ടാവും. L2ന് L1 ആയിട്ടും അതേ ബന്ധമുണ്ടാവും. ശ്രദ്ധിക്കാം, L1 L2 ആയിട്ട് ബന്ധമുണ്ടാവും. നോക്കൂ, L1 L3 ആയിട്ട് ബന്ധമുണ്ടാവും. L3ക്കും അതേ L1 ആയിട്ട് ബന്ധമുണ്ടാവും. കാരണം L1ഉം L3യും പെർപെൻഡിക്കുലർ ആണെങ്കിൽ യു കൻ ഓൾസോ സേ, നോക്കൂ, രണ്ട് ലൈൻസ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് ഇതിനോട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് ഇതിനോട് പെർപെൻഡിക്കുലർ അല്ലേ? അതുകൊണ്ട് L1 L3 ആയിട്ട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ L3 L1 ആയിട്ടും അതാണ്. അതേ ബന്ധം തന്നെ തിരിച്ചുണ്ട്. ശ്രദ്ധിക്കണേ, ബന്ധം തിരിച്ചുണ്ടാവുക എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്. ദാറ്റ് വിൽ ഡിസ്കസ് ലേറ്റർ. അപ്പോൾ L1 L3 L1 ഉണ്ട്. അതേപോലെ L2 L3 ആയിട്ട് ബന്ധമുണ്ട്. അത് L2ഉം L3 ആയിട്ട് ബന്ധമുണ്ട്. തിരിച്ചും ബന്ധമുണ്ട്. അപ്പോൾ L3 L2 ഉണ്ട്. ഓക്കെ, പക്ഷേ ഒരു കാര്യം നോക്കൂ, L1 ആയിട്ട് ബന്ധമില്ല. L1 ആറിലില്ല. L2 ആറിലില്ല. L3 ആറിലില്ല. അതായത് ഒരാളും അവരവരായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് ആ റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് അല്ല. ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. അപ്പോൾ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്താണ്? L1 ഉണ്ടാവണം, L2 ഉണ്ടാവണം, L3 ഉണ്ടാവണം. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. അപ്പോൾ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ റിലേഷൻ വിച്ച് ഇസ് നോട്ട് റിഫ്ലെക്സീവ്.
അപ്പോൾ ഈസ് പെർപെൻഡിക്കുലർ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ് ഇസ് നോട്ട് റിഫ്ലെക്സീവ്. അപ്പം രണ്ട് എക്സാമ്പിൾസ് പഠിച്ചു. എന്തൊക്കെയാണ്? ഒരു ശരിക്കുള്ള എക്സാമ്പിളും അതിൻ്റെ കൗണ്ടർ എക്സാമ്പിളും. What is actual example? Two lines are parallel, it is reflexive. Two lines are perpendicular, it is not reflexive because a line is not perpendicular to itself. Okay. Now we'll discuss one more counter example. The counter examples ആണ്. ഞാൻ ആദ്യം എക്സാമ്പിൾസ് പറഞ്ഞു, ഈസ് പാരലൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇപ്പോൾ പറയുന്നത് കൗണ്ടർ എക്സാമ്പിൾസ് ആണ്. അതിൽ കൗണ്ടർ എക്സാമ്പിൾ എന്താ? കൗണ്ടർ എക്സാമ്പിൾ നമ്പർ 1 എന്താ? This is counter example number 1. It is perpendicular to in the set of all straight lines. ഇത് എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. ഓക്കെ. Now we'll discuss counter example number 2. Counter example number 2 എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവ് അല്ലാത്ത റിലേഷൻ. കൗണ്ടർ എക്സാമ്പിൾസ്. സപ്പോസ് എ ഈക്വൽസ്, സിമ്പിൾ എക്സാമ്പിൾ എ ഈക്വൽസ്. നിങ്ങൾ എക്സാമ്പിൾസ് വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് നിന്ന് പഠിക്കണം. എപ്പോഴും എക്സാമ്പിൾസ് വളരെ സിമ്പിളാക്കണം, എന്നാലേ കൺസെപ്റ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുള്ളൂ. എക്സാമ്പിൾസ് കോംപ്ലിക്കേറ്റ് ആക്കരുത് കേട്ടോ. യു ഹാവ് ടു ലേൺ തിയറി യൂസിങ് എക്സാമ്പിൾസ് ആൻഡ് യു ഹാവ് ടു മേക്ക് എക്സാമ്പിൾസ് ആസ് സിമ്പിൾ ആസ് പോസിബിൾ. ദെൻ ഓൺലി ദ തിയറി വിൽ കം റിച്ച് ആയിട്ട് വരണമെങ്കിൽ എക്സാമ്പിൾസ് സിമ്പിൾ ആവണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ എപ്പോഴും തിയറി ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാമ്പിൾ പഠിച്ചിട്ട് തിയറി പഠിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. This is second counter example. A equals 1, 2, 3. Second counter example, which is not a relation which is not reflexive. Suppose you are defining a relation R equals set of all xy such that x and y belong to A and x is less than y. ശ്രദ്ധിക്കുക, കഴിഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. ഇവിടെ എക്സാമ്പിൾ എന്താ? less than y, strictly less than y. Now what is R in the roster form? How to write R in the roster form? You will be able to write R in the roster form. ഇവിടെ pause ചെയ്തിട്ട് R roster form എഴുതാം കേട്ടോ. Okay. Now what is roster form? I am writing the roster form. ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളേക്കാൾ ചെറുതാണ്. അപ്പോൾ എന്താണ്? 1 2 1 1 ഉണ്ടാവില്ല. 1 2 1 1 ഉണ്ടാവില്ല. കാരണം എന്താ? സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. കഴിഞ്ഞ എക്സാമ്പിളിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു, ഇവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. അപ്പോൾ 1 2 ഉണ്ടാവും. പിന്നെയോ 1 3 ഉണ്ടാവും. പിന്നെയോ 2 2 ഉണ്ടാവില്ല. 2 3 ഉണ്ടാവും. പിന്നെ ആരെങ്കിലും ഉണ്ടാവോ? കഴിഞ്ഞോ? 1 2 ഉണ്ടാവും, 1 3 ഉണ്ടാവും. പിന്നെ 2 2 ഉണ്ടാവില്ല, 2 1 ഉണ്ടാവില്ല, 2 3 ഉണ്ടാവും. പിന്നെ 3 1 ഉണ്ടാവില്ല, 3 2 ഉണ്ടാവില്ല, 3 3 ഉണ്ടാവില്ല. കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ. അപ്പോൾ ദിസ് ഈസ് ദ റിലേഷൻ ലെസ് ദാൻ. നോക്കൂ, 1ന് 1 ആയിട്ട് ബന്ധമില്ല. കാരണം ഇതിൻ്റെ അർത്ഥം എന്താ? 1ന് 2 ആയിട്ട് ബന്ധമുണ്ട്, 1ന് 3 ആയിട്ട് ബന്ധമുണ്ട്, 2ന് 3 ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഈ ആറിൽ എന്തില്ല? 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഇല്ല. അപ്പോൾ 1 1 2 2 3 3 ഉണ്ടെങ്കിലേ ആ റിലേഷൻ എന്താവുള്ളൂ? റിഫ്ലെക്സീവ് ആവുള്ളൂ. അപ്പോൾ ദിസ് ഇസ് നോട്ട് എ റിലേഷൻ വിച്ച് ഇസ് ദിസ് ഇസ് ദ റിലേഷൻ വിച്ച് ഇസ് നോട്ട് റിഫ്ലെക്സീവ്. അപ്പോൾ ദിസ് ഇസ് നോട്ട് റിഫ്ലെക്സീവ്. നോട്ട് റിഫ്ലെക്സീവ്. അപ്പോൾ ഞാൻ 2 എക്സാമ്പിൾസേ പറഞ്ഞിട്ടുള്ളൂ, ജസ്റ്റ് 2 എക്സാമ്പിൾസ്. 2 എക്സാമ്പിൾസ് പറഞ്ഞു, 2 കൗണ്ടർ എക്സാമ്പിൾ പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു. വാട്ട് ഇസ് ദ ഡെഫിനിഷൻ? എ ഈസ് എ റിലേഷൻ, അല്ല എ ഈസ് എ സെറ്റ്. യു ഡിഫൈൻ എ റിലേഷൻ ആർ, വി കോൾ ആർ എസ് എ റിഫ്ലെക്സീവ് റിലേഷൻ ഇഫ് എ ആർ എ ഫോർ എവറി എ ബിലോങ്സ് ടു എ. ഓക്കെ. ഞാൻ ഇനി പറയാൻ പോകുന്നത് കുറച്ച് എക്സാമ്പിൾസ്, തുടരെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാം ഒന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കൂ, ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഈ 2 എക്സാമ്പിൾസ് വൃത്തിയായിട്ട് മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് നോക്കാം. ഓക്കെ. നൗ ലിസൺ, ശ്രദ്ധിക്കണേ. നൗ ലിസൺ. ഇപ്പം ആറ്, സപ്പോസ് ഞാനൊരു സെറ്റ് പറയാം. എ ഈക്വൽസ് ചെറിയൊരു സെറ്റ് 1 2. വി ആർ ഡിസ്കസിങ് റിഫ്ലെക്സീവ് റിലേഷൻ കേട്ടോ. റിഫ്ലെക്സീവ് റിലേഷൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ ഓർക്കുക, അത് പഠിക്കുക, അത് എങ്ങനെയാണ് കിട്ടുന്നത് മനസ്സിലാക്കുക. ഓക്കെ. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം ക്വസ്റ്റ്യൻസ് അറ്റ് എ സ്ട്രെച്ച്. എ ഈക്വൽസ് 1 2 ഒരു സെറ്റാണ്, 2 എലമെൻറ്റ്സ് മാത്രമുള്ളൊരു സെറ്റ്, ഫൈനൈറ്റ് സെറ്റ്. Suppose you are defining a relation R on A as 1 1. വെറുതെ 1 1. Is that a relation from A to A? Is that a relation from A to A? ഒന്ന് ആലോചിച്ച് നോക്കൂ. Yes or no? Yes. എന്താ കാരണം? A equals 1 2. A equals 1 2 ആണെങ്കിൽ വാട്ട് ഷുഡ് ബി? എന്താ റിലേഷൻ ഡിഫൈൻ ചെയ്യേണ്ടത്? A ക്രോസ് എയുടെ സബ്സെറ്റ് ആവണം. എ ക്രോസ് എയിൽ 4 ആൾക്കാരുണ്ടാവും. ഏതൊക്കെ 4 ആൾക്കാർ? 1 1
1 2 2 1 2 2. There will be 4 elements. ഈ 1 1 1 അതിൻ്റെ സബ്സെറ്റ് അല്ലേ? അപ്പോൾ ഇത് റിലേഷൻ അല്ലേ? ഓക്കെ, ദിസ് ഇസ് റിലേഷൻ. ചോദ്യം നമ്പർ 1, ഈസ് ഇറ്റ് റിഫ്ലെക്സീവ്? ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? വാട്ട് ഇസ് ദ ആൻസർ? യെസ് ഓർ നോ? ആദ്യം നിങ്ങൾ മനസ്സിൽ യെസ് ഓർ നോ തീരുമാനിക്കും. ഈ A = 1, 2, R = 1 1. ഈസ് ദാറ്റ് റിലേഷൻ റിഫ്ലെക്സീവ്? ഇതാണ് ചോദ്യം. ഈസ് ആർ റിഫ്ലെക്സീവ്? നിങ്ങളോടൊന്ന് ചോദിക്കാം, എന്നാലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് ഈ ചാപ്റ്റർ കുറച്ചൊരു സെറ്റിൽ ചാപ്റ്ററാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ആലോചിക്കണം. ഈസ് ആർ റിഫ്ലെക്സീവ്? ഇതാണ് ചോദ്യം. എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? നിങ്ങൾ പോസ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് വേണം അടുത്ത വീഡിയോ കാണാൻ കേട്ടോ, അടുത്ത കണ്ടിന്യൂ ചെയ്യാം. ഈസ് ആർ റിഫ്ലെക്സീവ്? ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ആൻസർ ഈസ് നോ. എന്താ കാരണം അറിയാം? വൈ? വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഫോർ റിലേഷൻ, റിഫ്ലെക്സീവ് റിലേഷൻ? എല്ലാവർക്കും അവരവരോട് ബന്ധം ഉണ്ടാവണം. എന്നുള്ള സെറ്റിൽ ആകെ 2 ആൾക്കാരേ ഉള്ളൂ. അതൊക്കെയാണ് 1 ഉണ്ട് 2 ഉണ്ട്. അപ്പോൾ ഇവിടെ 1 1 മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അവരവരോട് തന്നെ ബന്ധം ഉണ്ടാവണമെങ്കിൽ 2 2 ഉണ്ടാവണ്ടേ? 1 1 ബന്ധം ഉണ്ടാവണം, 2 2 ബന്ധം ഉണ്ടാവണം. അപ്പോൾ ഇവിടെ റിഫ്ലെക്സീവ് ആവാത്തതിൻ്റെ കാരണം എന്താ? 2 2 ഇല്ലാത്തതുകൊണ്ട്. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? അപ്പം ഇറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് നോ, ബിക്കോസ് 2 2. എന്താ റീസൺ? വാട്ട് ദ റീസൺ? The reason 2 2 is not an element of R. കാരണം 2 2 ആയിട്ട് ബന്ധമില്ല, അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് റിഫ്ലെക്സീവ്. ഓക്കെ, നൗ എക്സാമ്പിൾ നമ്പർ 2. ഇത് എക്സാമ്പിൾ നമ്പർ 1 ആണ് ചോദിച്ചോളൂ. സപ്പോസ് A = 1, 2, 3. Suppose you define a relation R equals 1 1 2 2. Is R reflexive? Jojo, what's your answer? Yes or no? Answer will be no. Why? Answer will be no. Why? You must have every element should be related to itself. അല്ലേ? ഇവിടെ 6 റോസ്റ്റർ ഫോമില തന്നിട്ടുള്ളതേ ഉള്ളൂ. പണ്ട് നമ്മൾ പഠിച്ച സെറ്റ് ബിൽഡർ ഫോമിലാണ്, ഇവിടെ റോസ്റ്റർ ഫോമില തന്നിട്ടുള്ളതേ ഉള്ളൂ. കുഴപ്പമില്ല. റോസ്റ്റർ ഫോമിലായാലും സെറ്റ് ബിൽഡർ ഫോമിലായാലും റിലേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് യു പ്ലീസ്, ബിക്കോസ് സെറ്റാണ്. സെറ്റിനെ നമുക്ക് 2 രീതിയിൽ റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഐദർ ഇൻ ദ റോസ്റ്റർ ഫോം ഓർ സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, അപ്പോൾ A = 1, 2, 3. യു ആർ ഡിഫൈനിങ് റിലേഷൻ ആർ ലൈക്ക് ദിസ് 1 1 2 2. ഇത് റിഫ്ലെക്സീവ് അല്ലാത്തതിൻ്റെ കാര്യം എന്താ? വൈ ഇറ്റ് ഇസ് നോട്ട് റിഫ്ലെക്സീവ്? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, കണ്ടോ? 3 3 ഇല്ല. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ? 3 3 ഈസ് നോട്ട് ബിലോങ്ങിങ് ടു ദാറ്റ് സെറ്റ്. ഇതാണ് റീസൺ. ഇസ് ഇറ്റ് ഓക്കെ? പക്ഷേ ഞാനിത് വേറൊരു എക്സാമ്പിൾ പറയാം. നോക്കൂ, സപ്പോസ് ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ദിസ്. ഇങ്ങനെയായിരുന്നു ചോദ്യം ചോദിച്ചോളൂ. 1 2 1 2 3. It is just 1. It is just 1. 1 മാത്രമേ ഉള്ളൂ. A എന്നുള്ള സെറ്റിൽ വെറും 1 മാത്രമേ ഉള്ളൂ. 1 മാത്രമേ ഉള്ളൂ. A എന്നുള്ള സെറ്റിൽ ഒരു 1 ഒരൊറ്റ എലിമെൻറ്റ് മാത്രമേ ഉള്ളൂ. സപ്പോസ് യു ആർ ഡിഫൈനിങ് റിലേഷൻ R = 1 1. Is it reflexive? What's your answer? അവിടെ യെസ് ആണ് ആൻസർ. എന്താ കാരണം? അവിടെ ഒരാളേ ഉള്ളൂ, അയാൾക്ക് അയാളായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് റിഫ്ലെക്സീവ് ആണ്. അതേപോലെ ഇവിടെ ഇങ്ങനെയുണ്ട് ചോളൂ. സപ്പോസ് ഇറ്റ് ഇസ് ലൈക്ക് ദിസ്. A = 1, 2 and you are defining a relation R = 1 1 2 2. Is that relation reflexive? വെച്ചാൽ അവിടെ യെസ് ആണ് ആൻസർ. എന്താ കാരണം? 1 1 ആയിട്ട് വന്നിട്ട് 2 2 ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇവരുണ്ടാവണമെന്നേ ഉള്ളൂ. എല്ലാവർക്കും അവരവരായിട്ട് ബന്ധം ഉണ്ടാവണം. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണ്. കാരണം 1 1 is belonging to R, 2 2 is also belonging to R. Okay. Now ഞാനൊരു എക്സാമ്പിൾ കൂടി പറയാം. A = 1, 2, 3. And suppose you are defining a relation R = 1 1 2 2 3 3 1 2. Is R reflexive? What's your answer? Yes or no? A എന്നുള്ള സെറ്റിൽ 3 എലിമെൻറ്റ്സ് ആണ്. 1 1 2 2 3 3. റോസ്റ്റർ ഫോമിലാണ് തന്നിട്ടുള്ളത് വെച്ചോളൂ. സെറ്റ് ബിൽഡർ ഫോമിലാണ് തരുന്നൊരു നിർബന്ധമില്ല. It is given in the roster form 1 1 2 2 3 3 1 2. It's a subset of A cross A. അപ്പോൾ അത് റിലേഷൻ ആണ്. ഈസ് ആർ റിഫ്ലെക്സീവ്? ഇതാണ് ചോദ്യം. വാട്ട് ഇസ് ദ ആൻസർ? യെസ്. എന്താ കാരണം? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. യു ആർ നോട്ട് കൺസേൺ വിത്ത് ദിസ് എലമെൻറ്റ്. ഈ എലമെൻ്റായിട്ട് നിങ്ങൾക്ക് യാതൊരു കൺസേണും ഇല്ല. ആസ് ഫാർ ആസ്
റിഫ്ലെക്സിവിറ്റി ഈസ് കൺസേൺഡ്. റിഫ്ലെക്സിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധം ഉണ്ടാവണമെന്നേ ഉള്ളൂ. എല്ലാവർക്കും അവരവരോട് തന്നെ ബന്ധം ഉണ്ടാവണമെന്നേ ഉള്ളൂ. കൂടുതലായിട്ട് ബന്ധം ഉണ്ടായാലും വിരോധമില്ല, ബന്ധം ഇല്ലെങ്കിലും വിരോധമില്ല. ഇവർക്ക് ഈ ബന്ധം ഉണ്ടാവണം. എല്ലാവർക്കും അവരവരോട് തന്നെ ഡിഫൈൻ ചെയ്ത ബന്ധം ഉണ്ടാവണം. കൂടാതെ ബന്ധം ഉണ്ടായതുകൊണ്ട് തകരാറൊന്നുമില്ല. ഇറ്റ് ഡസ് നോട്ട് എഫക്ട്സ് ദ റിഫ്ലെക്സിവിറ്റി. അപ്പോൾ റിഫ്ലെക്സിവിറ്റിന് ഇത് ചെക്ക് ചെയ്യേ വേണ്ട. ഉണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇവരുണ്ടാവണമെന്ന് മാത്രം. എല്ലാവർക്കും അവരവരോട് തന്നെ ബന്ധം ഉണ്ടാവണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും അവരവരോട് തന്നെ ബന്ധം ഉണ്ടാവാം. അപ്പോൾ 1-1 ഉണ്ട്, 2-2 ഉണ്ട്, 3-3 ഉണ്ട്. ഈ ബന്ധമുള്ളത് റിഫ്ലെക്സിവിറ്റിനെ ബാധിക്കില്ല. അതുകൊണ്ട് യെസ്. എന്താ കാരണം? 1-1 ബിലോങ്സ് ടു ആർ, 2-2 ബിലോങ്സ് ടു ആർ, 3-3 ബിലോങ്സ് ടു ആർ. ഓക്കെ. അപ്പോൾ റിഫ്ലെക്സിവിറ്റിക്ക് നമുക്കൊരു ചെറിയ പ്രോപ്പർട്ടി ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ആ പ്രോപ്പർട്ടി കൂടി ഇതിൻ്റെ കൂടെ പഠിച്ചാൽ നല്ലതാണ്. എന്താ പ്രോപ്പർട്ടി? നോക്കൂ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമോ എന്താ പ്രോപ്പർട്ടി എന്ന്? നോക്കൂ, ഈ എക്സാമ്പിൾ റിഫ്ലെക്സീവ് ആണ്. സപ്പോസ് A = 1-2. ഇവിടെ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ മിനിമം എത്ര ആൾക്കാർ വേണം? ഇത് നോക്കൂ, A എന്നുള്ള സെറ്റിൽ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ 1-1, 2-2, 3-3 ഉണ്ടാവണം നിർബന്ധമാണ്. അപ്പോൾ ഇതിൽ റിഫ്ലെക്സിവിറ്റി ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? 1-1, 2-2 ഉണ്ടാവണം നിർബന്ധമാണ്. ഇവർ നിർബന്ധമാണ്. ദിസ് ഷുഡ് ബി ദെയർ ഇൻ എവറി സെറ്റ്. ഇവരുണ്ടാവണം നിർബന്ധമാണ്. പോരാത്ത കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവരുണ്ടാവണം നിർബന്ധമാണ്. അതുപോലെ A = വെറും 1 ആണെങ്കിൽ റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? 1-1 ഉണ്ടാവണം നിർബന്ധമാണ്. അതായത് A എന്നുള്ള സെറ്റിൽ 3 ആൾക്കാരുണ്ടെങ്കിൽ 3 ആൾക്കാർ ഉണ്ടാവണം. ഈ 3 ആൾക്കാർ ആ സെറ്റിൽ ഉണ്ടാവണം നിർബന്ധമാണ്. A എന്നുള്ള സെറ്റിൽ 2 ആൾക്കാരാണെങ്കിൽ 2 എലമെൻറ്റ്സ് ഉണ്ടാവണം നിർബന്ധമാണ്. അപ്പോൾ ഇഫ് എ സെറ്റ് കണ്ടെയ്ൻസ് 3 elements, reflexive relation should contain minimum 3 elements. If a set contains 4 elements, if a set contains 2 elements, reflexive relation should contain minimum 2 elements. But generally, if a set contains n elements, reflexive relation defined on it should contain minimum n elements. Minimum n elements. n elements എങ്കിലും മിനിമം ഉണ്ടാവണം. Is it okay? അതൊരു ഇമ്പോർട്ടൻ്റ് ഐഡിയ ആണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്, നോട്ട് ചെയ്യാം. റൈറ്റ്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് റിഫ്ലെക്സിവിറ്റി. ഞാൻ വെറുതെ റിഫ്ലെക്സിവിറ്റി ആവുന്ന കുറച്ച് എക്സാമ്പിൾസ് വേഗം ഒന്ന് ഓടിച്ച് പറയാം. നിങ്ങളത് നമുക്ക് പ്രോബ്ലത്തിൽ കൂടി അത് കാണാം. പിന്നെ ഒന്നാമത്, ഇപ്പം നമ്മൾ ഒരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ട് ചോളും. ഇനി കുറച്ച് കൊളോക്കിയലായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് തിങ്ക് ചെയ്യാം. ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട്. ഒന്ന് വിഷ്വലൈസ് ചെയ്തോ. കുറേ കുട്ടികളുണ്ട്. 2 കുട്ടികൾ തമ്മിൽ നമ്മൾ ഡിഫൈൻ ചെയ്യണം. 2 കുട്ടികൾ തമ്മിൽ ബന്ധം ഉണ്ടാവണമെങ്കിൽ, ഇപ്പോൾ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ട്. ഞാനൊരു 4 കുട്ടികൾ ഇവിടെ ബോർഡിൽ വരയ്ക്കാം. 4 കുട്ടികളുണ്ട്. ജസ്റ്റ് 4 കുട്ടികൾ വിചാരിച്ചോളൂ. 4 കുട്ടികൾ. ഒരു കുട്ടിയുടെ പേര് A ആണ്, മറ്റേ കുട്ടിയുടെ പേര് B ആണ്, മറ്റേ കുട്ടിയുടെ പേര് C ആണ്, മറ്റേ കുട്ടിയുടെ പേര് D ആണ് വിചാരിച്ചോളൂ. ഞാൻ ഈ 4 കുട്ടികൾ പറയുന്നത് നിങ്ങൾ 50 പേര് ക്ലാസ്സിലുണ്ടെങ്കിൽ 50 കുട്ടികളെ എനിക്ക് ബോർഡിൽ വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് 4 കുട്ടികളെയും വരയ്ക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു ആർ ഡിഫൈനിങ് എ റിലേഷൻ ഓൺ ദാറ്റ് ക്ലാസ്. ആ ക്ലാസ്സിൽ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യണം വിചാരിച്ചോളൂ. റിലേഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം. 2 സ്റ്റുഡൻസ് ആർ റിലേറ്റഡ്. 2 കുട്ടികൾ തമ്മിൽ ബന്ധം ഉണ്ടാവണമെങ്കിൽ 2 children ആർ റിലേറ്റഡ്. റിലേറ്റഡ് ബന്ധം ആർ റിലേറ്റഡ്. ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിൽ പറയുന്ന റിലേഷൻ തന്നെയാണ് മാത്തമാറ്റിക്സിലെ റിലേഷനും. പക്ഷേ അത് കുറച്ച് മാത്തമാറ്റിക്കലായിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ 2 കുട്ടികൾ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ 2 children ആർ റിലേറ്റഡ് ഇഫ് they are of same height. ഒരേ ഉയരം ഉണ്ടെങ്കിൽ ബന്ധമുണ്ട് വിചാരിച്ചോളൂ. ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണേ. ഒരേ ഉയരം ഉണ്ടെങ്കിൽ ബന്ധമുണ്ട്. 2 children ഇൻ ദിസ് ക്ലാസ്. ഞാൻ ക്ലാസ് 50 കുട്ടികളുടെ ക്ലാസ്സാണ് പറയണമെങ്കിൽ കൂടി ഞാൻ എക്സാമ്പിളിൽ 4 കുട്ടികളെ വെച്ചോളൂ. 4 കുട്ടികളാണെങ്കിലും 10 കുട്ടികളാണെങ്കിലും 50 കുട്ടികളാണെങ്കിലും 1000 കുട്ടികളാണെങ്കിലും ഒരേ കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ 2 children ആർ റിലേറ്റഡ് ഇഫ് ദേ ആർ ഓഫ് സെയിം ഹൈറ്റ്. ഒരേ ഹൈറ്റ് ആണെങ്കിൽ ബന്ധമുണ്ട്. ചോദ്യം, ഈസ് ദാറ്റ് റിലേഷൻ റിഫ്ലെക്സീവ്? സെയിം ഹൈറ്റ് റിഫ്ലെക്സീവ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 കുട്ടികൾ തമ്മിൽ ബന്ധം ഉണ്ടാവണമെങ്കിൽ അവർക്ക് ഒരേ ഹൈറ്റ് ആവണം. ഈസ് ദാറ്റ് റിലേഷൻ റിഫ്ലെക്സീവ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജസ്റ്റ് പോസ് ഇറ്റ് ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. ജസ്റ്റ് പോസ് ദിസ് ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. 2 children ആർ റിലേറ്റഡ് ഇഫ് ദേ ആർ ഓഫ് സെയിം ഹൈറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം.
അപ്പോൾ ഈ ക്ലാസ്സാണ് കേട്ടോ എയും ബിയും സിയും. നമുക്ക് ഇങ്ങനെ പറയാം, ഈ ഒരു കുട്ടിയും ആ കുട്ടിയും തമ്മിൽ ബന്ധമുണ്ട്. കാരണം എന്താ, ആ കുട്ടിക്കും ഒരേ ഹൈറ്റാണ്. അപ്പോൾ 50 കുട്ടികളുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ആ കുട്ടികളായിട്ട് തന്നെ ബന്ധമുണ്ട് അല്ലേ. അപ്പം ആ റിലേഷൻ എന്ത് റിലേഷനാണ്? റിഫ്ലെക്സീവ് റിലേഷനാണ്. ഓക്കെ, നമുക്ക് വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ ഡീറ്റെയിൽ. ഇപ്പോൾ ഈ ക്ലാസ്സിൽ 4 കുട്ടികളാണ്. ഈ 4 കുട്ടികൾക്ക് ഈ പ്രത്യേകത ചിന്തിച്ചോളൂ. ഈ 2 കുട്ടികൾക്ക് ഒരേ ഹൈറ്റാണ്. ഈ 2 കുട്ടികൾക്ക് ഒരേ ഹൈറ്റാണ്. ഈ 2 കുട്ടികൾക്കും വേറെ വേറെ ഹൈറ്റാണ്. കുറച്ച് ഉയരമുള്ള ആളാണ്, അത് അത്ര ഇല്ലാത്ത ആളാണ്, എക്സെട്ര. ആകെ 4 കുട്ടികളെ എഴുതിയിട്ടുള്ളൂ. അപ്പം ഈ ഡിഫൈൻ ചെയ്ത റിലേഷൻ എങ്ങനെയാണ് നിങ്ങൾ എഴുതുക? R = എങ്ങനെ എഴുതാം ഒന്ന് പറയും? ഒന്ന് എങ്ങനെ എഴുതുക? ആകെ 4 കുട്ടികളെ ഉള്ളൂ. ഈ ക്ലാസ്സിൽ ആകെ 4 കുട്ടികളെ ഉള്ളൂ എന്ന് വിചാരിക്കാം. 4 കുട്ടികളെ ഉള്ളൂ വിചാരിക്കാം. അപ്പം A എന്നുള്ള സെറ്റ് ഇതാണ് A എന്നുള്ള സെറ്റ്. വെറും 4 കുട്ടികളുള്ള സെറ്റാണ്. ഇതാണ് A. അപ്പം ഈ റിലേഷൻ ഡിഫൈൻ ചെയ്യണം. എന്താ റിലേഷൻ? R = സെറ്റ് ഓഫ് ഓൾ XY സച്ച് ദാറ്റ് എന്താണ്? സച്ച് ദാറ്റ് X and Y are of same height അല്ലേ? such that XY belongs to A and X, Y, X and Y are of same height. ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. X and Y are of same height. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നോക്കൂ, can you write R in this roster form? ഇങ്ങനെയാണെങ്കിൽ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റുമോ? റോസ്റ്റർ ഫോമിൽ ആൾക്കാരെയും റോസ്റ്റർ ഫോമിൽ നമ്പേഴ്സ് തന്നെ എഴുതുന്ന നിർബന്ധമില്ല, ആൾക്കാരെ എഴുതാം. വാട്ട് ഇസ് R? ഈ Rൽ എത്ര ആൾക്കാരുണ്ടാവും ഒന്ന് പറയാൻ പറ്റുമോ? എത്ര ആൾക്കാരുണ്ടാവും? ഈ 4 ആൾക്കാരുള്ളൊരു സെറ്റാണെങ്കിൽ ഈ Rൽ എത്ര ആൾക്കാരുണ്ടാവും നോക്കൂ. Aക്ക് B ആയിട്ട് ബന്ധമുണ്ട്. കാരണം എന്താ? Aയും Bയും ഒരേ ഹൈറ്റാണ്. Bയും Aയും ഒരേ ഹൈറ്റാണ്. അപ്പോൾ Bക്ക് A ആയിട്ട് ബന്ധമുണ്ട്. പിന്നെ Aക്ക് C ആയിട്ടും Aക്ക് D ആയിട്ടും Bക്ക് C ആയിട്ടും Bക്ക് D ആയിട്ടും തിരിച്ചും ബന്ധമില്ല. പിന്നെ Cക്ക് D ആയിട്ട് ബന്ധമില്ല, Dക്ക് C ആയിട്ടും ബന്ധമില്ല. കാരണം അവർ വേറെ വേറെ ഹൈറ്റാണ്. ഈസ് ദിസ് ഫിനിഷ്ഡ്? നോ. വൈ ഡസ് നോ? Aക്ക് A ആയിട്ട് ബന്ധമുണ്ട്. മനസ്സിലായോ? എയും ഒരേ ഹൈറ്റാണ്. അതേപോലെ Bക്ക് B ആയിട്ട് ബന്ധമുണ്ട്, Cക്ക് C ആയിട്ട് ബന്ധമുണ്ട്, Dക്ക് D ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ കണ്ടോ, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. അതുകൊണ്ട് റിലേഷൻ ഇസ് റിഫ്ലെക്സീവ്. അപ്പോൾ in its class of children they are of same height, relation is reflexive. ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. in the class of children they are of same, 2 children are related, they are of same weight. ഒരേ തൂക്കമാണെങ്കിൽ ബന്ധമുണ്ടോ? യെസ്. കാരണം എന്താ? അയാൾക്കും ഒരേ തൂക്കമാണ്, അപ്പോൾ റിഫ്ലെക്സീവാണ്. അങ്ങനെ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് നമുക്കിങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. അതാണ് റിഫ്ലെക്സീവിൻ്റെ ഐഡിയ. അപ്പം വാട്ട് ഇസ് റിഫ്ലെക്സീവ് റിലേഷൻ? എ റിഫ്ലെക്സീവ് റിലേഷൻ ഇസ് ദാറ്റ് റിലേഷൻ വിച്ച് ഇസ് in which defined on a set such that A or A for every A belongs to A, or you can say A belongs to A belongs to R for every A belongs to A. അങ്ങനെയും പറയാം. ARA നമ്മളിപ്പോൾ ARA എന്നുള്ളതിന് പകരം ഇങ്ങനെ പറഞ്ഞാലും അതേ എഫക്റ്റാണ്. ഓർഡേർഡ് പെയർ A belongs to R for every A belongs to A. That's all about reflexive relation. Okay.